we are going to draw the ray diagrams of convex lens. While we are drawing convex lens, we are locating 4 points. ഒരു കോൺവെക്സ് ലെൻസിനെ വരച്ചിട്ട് 4 പോയിൻറ്റ്സ് ആണ് ലൊക്കേറ്റ് ചെയ്യുക. നമുക്കറിയാം കോൺവെക്സ് ലെൻസിന് 2 ഫോക്കസ് ഉണ്ട്. ഫസ്റ്റ് ഫോക്കസ് F1 ആണെങ്കിൽ അപ്പുറത്തെ ഫോക്കസിനെ F2 എന്നെടുക്കും. ഇനി ഈ ഫസ്റ്റ് ഫോക്കസിൻ്റെ ഇപ്പുറത്ത് 2F1 മാർക്ക് ചെയ്യും. ഇപ്പം F1 2 സെൻറ്റിമീറ്റർ എടുക്കണമെങ്കിൽ 2F1 എന്ന് പറയുന്നത് ഒപ്റ്റിക് സെൻറ്ററിൽ 4 സെൻറ്റിമീറ്ററിലായിരിക്കും ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഹിയർ 2F2 മാർക്ക് ചെയ്യും. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ 4 പോയിൻറ്റ്സാണ് മാർക്ക് ചെയ്യുക റേ ഡയഗ്രാം വരയ്ക്കാൻ. F1, F2, അതുപോലെ 2F1, 2F2. ഇനി എവിടെയൊക്കെ നമുക്ക് ഒബ്ജക്റ്റ് വെക്കാം നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുക ഇൻഫിനിറ്റിയിലാണ്. സോ ഞാൻ ആദ്യം 1 മാർക്ക് ചെയ്തിട്ടുണ്ട് ഇൻഫിനിറ്റിയിൽ. ഇനി രണ്ടാമത് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുക 2F1 ഇപ്പുറത്താണ്. സോ വി ലൊക്കേറ്റ് ബിയോണ്ട് 2F1. ഓക്കെ, ഇനി സെക്കൻഡ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുക 2F1ലാണ്. സോ ഇറ്റ് വിൽ ബി അറ്റ് 2F1. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻസ് ആണ് പറയുന്നത്. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻസ് ഫസ്റ്റ് ഇൻഫിനിറ്റിയിൽ, സെക്കൻഡ് ബിയോണ്ട് 2F1, തേർഡ് അറ്റ് 2F1. ഇനി ഫോർത്ത് പൊസിഷൻ നമുക്ക് കാണാം 2F1ൻ്റെയും F1ൻ്റെയും നടുക്കിൽ. സോ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 2F1 ആൻഡ് F1. ഇനി ഫോർത്ത് പൊസിഷൻ ഇറ്റ് ഈസ് അറ്റ് F1. So the next position is at F1, and the last position is here I marked it as 6th position between F1 and the optic center O. So that is what the 6th position. അപ്പോൾ 6 റേ ഡയഗ്രാം വരയ്ക്കണം. അതിൽ ഒബ്ജക്റ്റിനെ നമ്മൾ ഈ പൊസിഷൻസിലൊക്കെയാണ് വെക്കുക. അറ്റ് ഇൻഫിനിറ്റി, ബിയോണ്ട് 2F1, at 2F1, between 2F1 and F1, at F1, and between F1 and optic center. Now we are going to draw the ray diagrams. The first it is object which is at infinity. നമുക്കറിയാം ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക പാരലൽ റേസ് ആണ്. അപ്പോൾ സോ the object since the object is at infinity, we consider the parallel rays. ഓക്കെ, ഈ പാരലൽ റേ വന്ന് കോൺവെക്സ് ലെൻസിൽ തട്ടിയാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിഫ്രാക്ഷന് ശേഷം ഇറ്റ് ഈസ് പാസസ് ത്രൂ ദ ഫോക്കസ്. ഓക്കെ, നൗ വി ആർ കൺസിഡറിങ് ദ സെക്കൻഡ് പാരലൽ റേ. ആഫ്റ്റർ റിഫ്രാക്ഷൻ it will passes through the same point which is called focus. So the meeting point of 2 refracted ray എന്ന് പറയുന്നത് ഇതാണ്. അതെന്താണ്? അപ്പം ഇമേജ് നമ്മൾ F2ൽ കിട്ടി. ഇനി നമുക്കറിയാം ഇത് പോയിൻ്റ് സൈസാണ്. ഇതൊരു പോയിൻറ്റിൻ്റെ വലിപ്പേ ഈ ഇമേജിൻ്റെ സ്ഥാനത്ത് നമുക്കുള്ളൂ. ഓക്കെ, ഇനി the second position, second I am going to draw. The second I have to place the object beyond 2F1. So I am placing the object beyond 2F1, which is here. Okay, beyond 2F1 I place my object. Now I am considering 2 rays. First ray which is parallel position, we are going to draw the second ray diagram. The object position is beyond 2F1. We are considering the first ray like this. First ray which is coming from the object parallel to principal axis. So if a ray parallel to principal axis hits the convex lens, after refraction already we studied, it passes through the focus. This is what the first ray. In order to draw the ray diagram, we need to locate one more ray. The second ray I am locating is like this, which passes through the optic center. Okay, what happens when a ray passes through the optic center? If a ray passes through the optic center, it will retraces its path. It will, after refraction, it will move back in the same path. That already we discussed. So this is the meeting point of 2 rays, and
from the principal axis we are drawing one line like this. This is what the image. So how we can locate the image? Image is between F2 and 2F2. Okay, and here you can see that image is what the diminished image we are getting. Diminished means it's not a clear image. Okay, ഇത് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഡിമിനിഷ്ഡ് ഇമേജാണ് കിട്ടുക. അപ്പോൾ മാത്രമല്ല തല തിരിഞ്ഞതായ കാരണം നമുക്ക് പറയാം റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. R&I എന്ന് എഴുതുള്ളൂ. തല തിരിഞ്ഞ ഇമേജാണ്. ഡയറക്റ്റായിട്ട് രണ്ട് റേ വന്ന് മുട്ടുന്ന കാരണം നമ്മൾ എന്ത് പറയും? റിയൽ ഇമേജാന്ന് പറയും. ഇപ്പോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇത് നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുള്ള കാരണം ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യില്ല. സോ ഇമേജസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. നൗ വാട്ട്സ് എ സെക്കൻഡ് പൊസിഷൻ? Second position, I'm going to draw the second position like this. It is F1. It is F1, 2F1, F2, 2F2. Okay, I'm going to draw the ray diagrams. First, I'm placing the object. What's the third position of the object? It is at 2F1. So, I'm placing the object at 2F1. Okay, I'm considering two rays. First ray parallel to principal axis passes through focus. Okay, parallel to principal axis pass through focus. The second ray passes through the optic center, retraces its path. Same ray I am considering here also. So I am getting the image. Where I am getting the image at here I am getting is 2F2. So if I am placing the object at 2F1, I will get the image at 2F2. Here we can see that object and the image almost same size. Okay, and തലതിരിഞ്ഞ image ആണ്. So we call it as real and inverted image. ഇതേ രണ്ട് റേ തന്നെയാണ് ഇനിയും കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഏതാ? Parallel to principal axis, passes through focus, passes through optic center, retraces its path. So I'm going to place the object. Where I need to place the object? This is what my fourth position. So I'm going to place the object between 2F1 and F1. Okay, so I considering the same two rays parallel to principal axis passes through focus. Okay, and passes through optic center, retraces its path. The meeting point is here. So how I can locate the image here? Image is, if I principal axis of the നീട്ടി വരച്ചാൽ ഇമേജ് എവിടെ കിട്ടി? ബിയോണ്ട് 2F2. Okay, what's the nature and size of the image? Nature and size of the image, it is enlarged image. Enlarged image means ഒബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ, പക്ഷേ ഇമേജ് നമുക്ക് ഭയങ്കര വലിയൊരു ഇമേജ് കിട്ടി. അപ്പോൾ നേച്ചർ സൈസ് എന്ന് പറയുന്നത് എൻലാർജ്ഡ് ഇമേജാണ്. അതുപോലെ തന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. കാരണം എന്താണ്? തല തിരിഞ്ഞ ഇമേജാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം നമ്മൾ 4 പൊസിഷൻസിൻ്റെ റേ ഡയഗ്രാം വരച്ചു. ഇനി അഞ്ചാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് എന്താ? അറ്റ് F1. അറ്റ് F1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോംവർക്ക്. ബിക്കോസ് ദ സെയിം പ്രൊസീജിയർ വി ആർ ഡ്രോയിങ് ദ റേ ഡയഗ്രാം. parallel, we need to draw the ray convex lens, locate the point F1, F2, 2F1, 2F1, 2F2, etc. And we need to place the object at 2F1. F1 ഒബ്ജക്റ്റിനെ വെച്ചിട്ട് ഇതേ രണ്ട് റേസ് ഏത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പാസ് ത്രൂ ഫോക്കസ്, ഈ 3 റേ ഡയഗ്രാംസിലും നമ്മൾ ഒരേ 2 റേകളാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ആ 2 റേ വരയ്ക്കുക. വരച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ദാറ്റ് ഈസ് വാട്ട് ആൻഡ് ഹോം. സോ ദ നെക്സ്റ്റ് പൊസിഷൻ, ദ 6th പൊസിഷൻ, ഐ വിൽ ഡ്രോ
last ray diagram of convex lens. Now we are going to place the object. I already told the last position is between F1 and optic center. F1 in optic center ഇടയിലാണ് object വെക്കുക. So the first ray, the same ray we are considering, parallel ray, which is passes through the focus. Second ray, don't forget to put the arrow box. Okay, second ray passes through the optic center. ഈ ഡയഗ്രാം നോക്കിയാൽ നമുക്കറിയാം രണ്ട് ലൈനുകളും കൂട്ടിമുട്ടാത്ത രീതിയിൽ ഗ്യാപ്പ് ഇങ്ങനെ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. സോ ഹിയർ ഇറ്റ് വിൽ നോട്ട് ഇൻറ്റർസെക്റ്റ്, കൂട്ടിമുട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ബാക്കിലേക്ക് വരയ്ക്കും. ഓക്കെ, ബാക്കിലേക്ക് വരച്ച് കഴിഞ്ഞാൽ it will intersect at here. Okay, so the image we are getting here. ഇനി ഇമേജിനെ പറ്റിയിട്ട് എന്തൊക്കെ പറയാം? തല തിരിഞ്ഞ ഇമേജ് അല്ല, അത് സെയിം സൈസുള്ള ഇമേജാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇമേജ് സെയിം സൈസാന്ന് പറയാം. സോറി, സെയിം സൈസല്ല, സെയിം സൈഡാണ് അല്ലേ. ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിൽ തന്നെയാണ് ഇമേജും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സെയിം സൈഡിലാണ് ഇമേജ് കിട്ടിയിരിക്കുന്നത്, സെയിം സൈഡ് ഇമേജാണ്. ഇനി ഇമേജിനെ പറ്റിയിട്ട് എന്തൊക്കെ പറയാം? ഇത് ഇതാണ് റിഫ്രാക്റ്റഡ് റേസ്. ഈ റിഫ്രാക്റ്റഡ് റേസ് കൂട്ടിമുട്ടുന്നില്ല ഇവിടെ. റിഫ്രാക്റ്റഡ് റേസ് കൂട്ടിമുട്ടാതെ കിട്ടുന്ന ഇമേജിനെ ഞാൻ പറഞ്ഞു വെർച്വൽ ഇമേജാണ്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ്. ഇതേപോലെ കോൺകേവ് മിററിനും വന്നിട്ടുണ്ട്. എപ്പോഴാണോ ലെൻസിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള പൊസിഷനിൽ ഒബ്ജക്റ്റിനെ വെക്കുന്നത്, അപ്പം നമുക്ക് കിട്ടുന്ന ഇമേജ് വെർച്വൽ ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. ഓക്കെ, സെയിം സൈഡിൽ തന്നെയാണ് ഇമേജ് കിട്ടുക.